ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ശബരിമലയിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും അന്നമൂട്ടുകയാണ് ദേവസ്വം ബോർഡ്. സന്നിധാനത്തെത്തുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്നദാന മണ്ഡപത്തിൽ നിന്നും വിശപ്പാറ്റുന്നത്. രാവിലെ 6 മണി മുതൽ ശബരിമലയിലെ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനം ആരംഭിക്കും. 11 മണിവരെ പ്രഭാത ഭക്ഷണം ലഭിക്കും. ശബരിമലയിലെത്തുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്നദാന മണ്ഡപത്തിൽ നിന്നും വിശപ്പാറ്റുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണം ലഭിക്കും. പുലാവും കറികളുമാണ് ഉച്ചഭക്ഷണം. രാത്രി 6:30 മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നതുവരെ അത്താഴവും നൽകുന്നുണ്ട്. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നും നടന്നും ക്ഷീണിച്ചു വരുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാന മണ്ഡപം നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഒരേ സമയം 1000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലാണ് ഊട്ടുപുര സജ്ജമാക്കിയിരിക്കുന്നത്. ഭക്തജന തിരക്കനുസരിച്ച് 2500 പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഊട്ടുപുര ക്രമീകരിക്കാനുമാകും. ഭക്ഷണാവശിഷ്ടങ്ങൾ അതത് സമയത്ത് തന്നെ പവിത്രം ശബരിമലയുടെ വോളണ്ടിയർമാർ ഇൻസിനറേറ്ററിൽ എത്തിക്കുന്നുണ്ട്. 50 സ്ഥിരം ജീവനക്കാരും 200 ദിവസവേതനക്കാരും ചേർന്നാണ് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.